ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് അല്ലേ? എന്നാൽ സംസാരിക്കുന്ന സമയത്ത് ഗ്രാമർ ഒരു പ്രശ്നമാവാറുണ്ട്. എന്നാൽ ഈ ഗ്രാമർ ഒന്നും ഓർക്കാതെ നമുക്ക് കുറച്ച് പാറ്റേൺസ് മനസ്സിലാക്കിയാൽ ഒരുപാട് സെൻറ്റൻസസ് നിർമ്മിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻ പാറ്റേൺസ് ആണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അജിത ശിവറാം. എല്ലാവർക്കും അജിത സിമ്പിൾ ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. പോകാം ക്ലാസ്സിലേക്ക്. ഇതിൽ ആദ്യത്തെ പാറ്റേൺ എന്താണെന്നറിയോ? നിനക്ക് എന്തെങ്കിലും സാധനം വേണോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നൊരു പാറ്റേൺ ആണ് ഡു യു വാണ്ട്. നിനക്ക് വേണോ എന്ന് ചോദിക്കാനായിട്ട് ഡു യു വാണ്ട് എന്ന് ചേർത്തതിന് ശേഷം പിന്നെ നൗൺ എന്താണോ വരുന്നത് അത് ചേർത്താൽ മതിയാവും. അത് നമുക്ക് എക്സാമ്പിളിലൂടെ നോക്കാം കേട്ടോ. നമുക്കൊരാളോട് നിനക്ക് ചായ വേണോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഡു യു വോണ്ട് ടീ. ടീ എന്നാൽ ചായ അല്ലേ? നിനക്ക് ചായ വേണോ എങ്ങനെ ചോദിക്കും? ഡു യു വോണ്ട് ടീ. ഡു യു വാണ്ട് ടീ. എന്നോടൊപ്പം റിപ്പീറ്റ് ചെയ്ത് പറയണേ. ഡു യു വാണ്ട് ടീ. നിനക്ക് ചായ വേണോ? നിനക്ക് ഇപ്പോൾ ചായ വേണോ എങ്ങനെ ചോദിക്കും? ഡു യു വാണ്ട് ടീ നൗ. എങ്ങനെ ചോദിക്കുക? ഡു യു വാണ്ട് ടീ നൗ. നിനക്ക് ഇപ്പോൾ ചായ വേണോ? നൗ എന്നാൽ ഇപ്പോൾ. ഡു യു വാണ്ട് ടീ നൗ. നിനക്കിപ്പോൾ ചായ വേണോ? നിനക്ക് കോഫി വേണോ എങ്ങനെ ചോദിക്കും? ഡു യു വാണ്ട് കോഫി. ഡു യു വാണ്ട് കോഫി. നിനക്ക് കോഫി വേണോ? എന്നോടൊപ്പം റിപ്പീറ്റ് ചെയ്യൂ. ഡു യു വാണ്ട് കോഫി. നിനക്ക് ചൂടുള്ള കോഫി വേണോ എങ്ങനെ ചോദിക്കും? ഡു യു വാണ്ട് ഹോട്ട് കോഫി. ഹോട്ട് ചൂടുള്ള. ഡു യു വാണ്ട് ഹോട്ട് കോഫി എങ്ങനെ ചോദിക്കും? ഡു യു വാണ്ട് ഹോട്ട് കോഫി. നിനക്ക് വെള്ളം വേണോ? ഡു യു വാണ്ട് വാട്ടർ. ഡു യു വാണ്ട് വാട്ടർ. എങ്ങനെ ചോദിക്കുക? ഡു യു വാണ്ട് വാട്ടർ. നിനക്ക് തണുത്ത വെള്ളം വേണോ? ഡു യു വാണ്ട് കോൾഡ് വാട്ടർ. ഡു യു വാണ്ട് കോൾഡ് വാട്ടർ. നിനക്ക് സഹായം വേണോ? ഡു യു വാണ്ട് ഹെൽപ്പ്. ഹെൽപ്പ് സഹായം. ഡു യു വാണ്ട് ഹെൽപ്പ്. നിനക്ക് സഹായം വേണോ? ഡു യു വാണ്ട് ഹെൽപ്പ്. നിനക്ക് സഹായം വേണോ? ഇനി ഇതിൻ്റെ കൂടെ ഒരു വാക്ക് കൂടെ ചേർത്ത് നോക്ക്. നിനക്ക് എൻ്റെ സഹായം വേണോ? ഇതെങ്ങനെ നമ്മൾ പറയാം? ഡു യു വാണ്ട് മൈ ഹെൽപ്പ്. എങ്ങനെ ചോദിക്കും? ഡു യു വാണ്ട് മൈ ഹെൽപ്പ്. നിനക്ക് എൻ്റെ സഹായം വേണോ? ഡു യു വാണ്ട് മൈ ഹെൽപ്പ്. നിനക്ക് എൻ്റെ സഹായം വേണോ? നിനക്ക് വരണോ? ഡു യു വാണ്ട് ടു കം. ഡു യു വാണ്ട് ടു കം. നിനക്ക് വരണോ? ഡു യു വാണ്ട് ടു കം. നിനക്ക് വരണോ? നിനക്ക് എൻ്റെ കൂടെ വരണോ? ഡു യു വാണ്ട് ടു കം വിത്ത് മീ. വിത്ത് മീ എൻ്റെ കൂടെ. ഡു യു വാണ്ട് ടു കം വിത്ത് മീ. എൻ്റെ കൂടെ വരണോ? നിനക്ക് എൻ്റെ കൂടെ വരണോ? ഡു യു വാണ്ട് ടു കം വിത്ത് മീ. നിനക്ക് എൻ്റെ കൂടെ വരണോ? നിനക്ക് പഠിക്കണോ? ഡു യു വാണ്ട് ടു സ്റ്റഡി. ഡു യു വാണ്ട് ടു സ്റ്റഡി. നിനക്ക് പഠിക്കണോ? നിനക്ക് ഇംഗ്ലീഷ് പഠിക്കണോ? ഡു യു വാണ്ട് ടു സ്റ്റഡി ഇംഗ്ലീഷ്. ഡു യു വാണ്ട് ടു സ്റ്റഡി ഇംഗ്ലീഷ്. നിനക്ക് ഇംഗ്ലീഷ് പഠിക്കണോ? ഡു യു വാണ്ട് ടു സ്റ്റഡി ഇംഗ്ലീഷ്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം വേണോ, നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കാൻ മനസ്സിലായി അല്ലേ? നമുക്ക് അടുത്ത പാറ്റേൺ നോക്കാം. നിനക്ക് ഇഷ്ടമാണോ? അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡു യു ലൈക്ക്. നിനക്ക് ഇഷ്ടമാണോ? ഡു യു ലൈക്ക്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് കുറച്ച് എക്സാമ്പിൾസ് നമുക്കിനി നോക്കാം. നിനക്ക് മ്യൂസിക് ഇഷ്ടമാണോ? ഡു യു ലൈക്ക് മ്യൂസിക്. ഡു യു ലൈക്ക് മ്യൂസിക്. നിനക്ക് മ്യൂസിക് ഇഷ്ടമാണോ? ഡു യു ലൈക്ക് മ്യൂസിക്. നിനക്ക് ഇംഗ്ലീഷ് ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ഇംഗ്ലീഷ്.
ഡു യു ലൈക്ക് ഇംഗ്ലീഷ്? നിനക്ക് ഇംഗ്ലീഷ് ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ഇംഗ്ലീഷ്? നിനക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ടു സ്റ്റഡി ഇംഗ്ലീഷ്? ഡു യു ലൈക്ക് ടു സ്റ്റഡി ഇംഗ്ലീഷ്? നിനക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ടു സ്റ്റഡി ഇംഗ്ലീഷ്? ഡു യു ലൈക്ക് ടു സ്റ്റഡി ഇംഗ്ലീഷ്? നിനക്ക് നിൻ്റെ ജോലി ഇഷ്ടമാണോ? ഡു യു ലൈക്ക് യുവർ ജോബ്? ഡു യു ലൈക്ക് യുവർ ജോബ്? ജോബ് ജോലി. യുവർ നിങ്ങളുടെ, നിൻ്റെ എന്നൊക്കെ പറയാം കേട്ടോ. നിനക്ക് നിൻ്റെ ജോലി ഇഷ്ടമാണോ? ഡു യു ലൈക്ക് യുവർ ജോബ്? ഡു യു ലൈക്ക് യുവർ ജോബ്? നിനക്ക് ഈ ഡ്രസ്സ് ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ദിസ് ഡ്രസ്? ഡു യു ലൈക്ക് ദിസ് ഡ്രസ്? നിനക്ക് ഈ ഡ്രസ്സ് ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ദിസ് ഡ്രസ്? ഡു യു ലൈക്ക് ദിസ് ഡ്രസ്? നിനക്ക് ഈ ഡ്രസ്സ് ഇഷ്ടമാണോ? നമ്മൾ കഴിഞ്ഞ 2 സ്ട്രക്ചറും പഠിച്ചത് നിനക്കൊരു സാധനം വേണോ, ആഗ്രഹമുണ്ടോ, അതുപോലെ നിനക്കത് ഇഷ്ടമാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നീ ആണോ, നീ ഏതവസ്ഥയിലാണ്, നീ ഇപ്പോൾ സന്തോഷവാനാണോ, നീ ഇപ്പോൾ പഠിക്കുകയാണോ. അതിനു വേണ്ടി നമ്മൾ ആർ യു എന്നൊരു സ്ട്രക്ചർ യൂസ് ചെയ്യാണ്. ആർ യു. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിളിലൂടെ നോക്കാം. നീ ഇന്ന് തിരക്കിലാണോ? ആർ യു ബിസി ടുഡേ? ഇങ്ങനെ പറയും. ആർ യു ബിസി ടുഡേ? ബിസി തിരക്ക്, ടുഡേ ഇന്ന്. ആർ യു ബിസി ടുഡേ? നീ ഇന്ന് തിരക്കിലാണോ? ആർ യു ബിസി ടുഡേ? നീ ഇന്ന് തിരക്കിലാണോ? നീ വരികയാണോ? ആർ യു കമ്മിങ്? ആർ യു കമ്മിങ്? നീ വരികയാണോ? ആർ യു കമ്മിങ്? ആർ യു കമ്മിങ്? നീ വരികയാണോ? നീ സന്തോഷവാനാണോ? ആർ യു ഹാപ്പി? ആർ യു ഹാപ്പി? ഹാപ്പി സന്തോഷം. ആർ യു ഹാപ്പി? ആർ യു ഹാപ്പി? നീ സന്തോഷവാനാണോ? നീ ഫ്രീ ആണോ? ആർ യു ഫ്രീ? ആർ യു ഫ്രീ? ആർ യു ഫ്രീ? നീ ഫ്രീ ആണോ? നീ വീട്ടിലേക്ക് പോകാണോ? ആർ യു ഗോയിങ് ഹോം? ഗോ പോകുക, ഹോം വീട് അറിയാം അല്ലേ. നീ വീട്ടിലേക്ക് പോകാണോ? ആർ യു ഗോയിങ് ഹോം? ആർ യു ഗോയിങ് ഹോം? ആർ യു ഗോയിങ് ഹോം? നീ ടി വി കാണുകയാണോ? ആർ യു വാച്ചിങ് ടി വി? വാച്ച് കാണുക. ആർ യു വാച്ചിങ് ടി വി? ആർ യു വാച്ചിങ് ടി വി? ആർ യു വാച്ചിങ് ടി വി? നീ ടി വി കാണുകയാണോ? ഇപ്പം നിങ്ങൾക്ക് ഈ പാറ്റേൺസ് എല്ലാം മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ റെഡിയാണോ? നിങ്ങൾക്ക് ഫുഡ് വേണോ? നിനക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണോ? ഇതെല്ലാം എങ്ങനെയാണ് പറയാന്നുള്ളതൊന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ഫ്രം അജിത ശിവറാം.